നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും കോൾ ചെയ്യുന്ന ആളുകളാണ്. കോൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോളുകൾക്കിടയിലൊക്കെ നമുക്ക് ഒരുപാട് സെറ്റിങ്സുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എനേബിൾ ചെയ്ത് വെക്കാനുണ്ട്. ആ സെറ്റിങ്സുകളൊക്കെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ എനേബിൾ ചെയ്ത് വെക്കേണ്ട 3 സെറ്റിങ്സ് ആണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ ഡയലർ എടുക്കുക. നിങ്ങൾ കോൾ ചെയ്യുന്ന ഡയലർ എടുക്കുക. ഡയലർ ഓപ്പൺ ചെയ്ത ശേഷം ഡയലറിൻ്റെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് 3 സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെക്കാനുള്ളത്. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഒന്നാമതായിട്ട് ഫ്ലിപ്പ് ടു സൈലൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടുള്ള ഗുണം, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് കോൾ വരികയാണ്, നിങ്ങൾ സൈലൻറ്റ് ചെയ്യാൻ മറന്നു, എന്തെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഉടനെ നിങ്ങൾക്ക് സൈലൻ്റ് ആക്കാൻ ബുദ്ധിമുട്ടാകും ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ അങ്ങ് കമഴ്ത്തി വെച്ചാൽ മതി. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻറ്റിലേക്ക് മാറും. അതാണ് ഫ്ലിപ്പ് ടു സൈലൻറ്റ്. നമ്മുടെ മൊബൈൽ ഫോൺ കമഴ്ത്തി വെച്ചാൽ, സ്ക്രീൻ കമഴ്ത്തി വെച്ചാൽ നിങ്ങൾക്ക് കോൾ സൈലൻറ്റിലേക്ക് മാറുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ്. ഇനി ഇതിനകത്ത് തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ്, അത് തൊട്ട് മുകളിൽ കാണാൻ നോക്കി കോളർ ID അനൗൺസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ അനൗൺസ് കോളർ ID എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾവേസ് എന്നുള്ളിടത്തേക്ക് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നെവർ എന്നോ ഓൺലി വെൻ യൂസിങ് ഹെഡ്സെറ്റ് എന്നോ ആണെങ്കിൽ മുകളിൽ കാണുന്ന ഓൾവേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇതുകൊണ്ടുള്ള ഗുണം, നിങ്ങളുടെ ഫോണിലേക്ക് ആര് വിളിച്ചാലും അവരുടെ പേര് കൃത്യമായിട്ട് വിളിച്ച് പറയും. അപ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്ത ചില അൺനോൺ നമ്പറുകൾ വരുന്ന കോളുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ നമ്പർ വിളിച്ച് പറയും. അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ള കോളാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അല്ലാത്ത കോൾ ആ അനൗൺസ്മെൻറ്റ് കേട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമ്മളെന്ത് ജോലിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒന്ന് മൊബൈൽ ഫോൺ എടുക്കേണ്ട ബുദ്ധിമുട്ട്, ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യാണ്, ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് കോൾ വന്ന് ശല്യം ചെയ്യും. അപ്പോൾ കസ്റ്റമർ കെയറിൽ നിന്നുള്ള കോളുകളൊക്കെ ഇത്തരത്തിൽ വിളിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ആ കോൾ എടുക്കാൻ പ്രയാസപ്പെട്ട് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഓൾവേസ് എന്നുള്ള ഭാഗത്ത് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി മൂന്നാമത്തെ സെറ്റിങ്സ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ്. ഇവിടെ ഏറ്റവും മുകളിൽ കോളർ ID ആൻഡ് സ്പാം എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ ഈ 2 ഓപ്ഷനും നിങ്ങളുടെ മൊബൈൽ ഫോൺ എനേബിൾ ആണോ നോക്കുക. എനേബിൾ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഡിസേബിൾ ആണെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടുള്ള ഗുണം, നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ചില സ്പാം കോളുകൾ, പ്രത്യേകിച്ച് ഈ കസ്റ്റമർ കെയറിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന സ്പാം ആയിട്ടുള്ള കോളുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി ഈ ഒരു ഡയലർ ആപ്ലിക്കേഷൻ തന്നെ അത് നമുക്ക് മറച്ചു വെക്കും. അതായത് അത് സ്റ്റോപ്പ് ചെയ്യും. അത്തരം നമ്പറുകളിൽ നിന്ന് വരുന്ന സ്പാം കോളുകൾ ബ്ലോക്ക് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ 2 സെറ്റിങ്സും നിങ്ങൾ എനേബിൾ ചെയ്യാം. അപ്പോൾ ഈ 3 ഫീച്ചറാണ് നമ്മൾ ഈ കോളർ ID-യുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.